ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന വിഷയത്തിലെ ഒരു ചോദ്യമാണ്. സ്പിയർമാൻ്റെ റാങ്ക് കൊറിലേഷൻ കോഎഫിഷ്യന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതാണ് നമ്മുടെ ചോദ്യം. അതിന് എക്സ് വേരിയബിൾസ് നമുക്ക് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈ വേരിയബിൾസും നൽകിയിട്ടുണ്ട്. ഈ എക്സ് വേരിയബിൾസിൻ്റെയും വൈ വേരിയബിൾസിൻ്റെയും റാങ്ക് കൊറിലേഷൻ കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ എക്സ് വേരിയബിൾസിനെയും വൈ വേരിയബിൾസിനെയും നമ്മൾ ടാബുലാർ ഫോമിൽ എഴുതുന്നു. അതായത് അതിൻ്റെ ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നു. എക്സ് വേരിയബിൾസ് ഇതാ എഴുതിയിരിക്കുന്നു, വൈ വേരിയബിൾസ് ഇതാ എഴുതിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ റാങ്ക് കാരണം റാങ്ക് കൊറിലേഷൻ ആണ് സ്പിയർമാൻ്റെ കൊറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യയ്ക്ക് ഇവിടെ ഒന്നാം റാങ്ക് കൊടുക്കുന്ന രീതി സ്വീകരിക്കാം, അല്ലെങ്കിൽ വലിയ സംഖ്യയ്ക്ക് സ്വീകരിക്കാം. ഇവിടെ 12 ഏറ്റവും ചെറിയ സംഖ്യയാണ്, അതിന് ഒന്നാം റാങ്ക് കൊടുത്തിരിക്കുന്നു. 15 അതിന് മുകളിലുള്ള സംഖ്യയാണ്, രണ്ടാം റാങ്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ അതിന് മുകളിൽ ഉള്ള സംഖ്യ നോക്കുമ്പോൾ 20 ആണ്. ഇതിന് 2 20 ഉണ്ട്, അതാണ് പ്രശ്നം. അപ്പോൾ മൂന്നാം റാങ്ക് കൊടുക്കുവാണെങ്കിൽ ഈ 20നും ഈ 20നും രണ്ടിനും നമുക്ക് മൂന്നാം റാങ്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ അത് പറ്റില്ല. മൂന്നാം റാങ്ക് എന്ന് പറയാം, ഇത് 3 കൊടുത്ത് ഇതിന് 4 കൊടുത്താലോ അത് ന്യായവുമല്ല. അപ്പോൾ പിന്നെ ന്യായയുക്തമായ രീതിയിൽ എങ്ങനെ റാങ്ക് വിതരണം ചെയ്യും? അപ്പോൾ നമുക്കൊരു വഴിയുണ്ട്. ഈ മൂന്നാം റാങ്കും നാലാം റാങ്കിനും ഇടയിൽ ഉള്ള ഒരു റാങ്ക് രണ്ടെണ്ണത്തിനാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 3.5 എന്ന റാങ്ക്. ഓക്കെ, 3.5 ഈ 20ക്കും റാങ്ക് 3.5 കൊടുക്കുന്നു, ഇവിടെയുള്ള 20ക്കും 3.5 കൊടുക്കുന്നു. അതായത് മൂന്നാമത്തെ റാങ്കും നാലാമത്തെ റാങ്കും അതിൻ്റെയും ശരാശരിയാണ്, ആവറേജ് ആണ്. 3 + 4 എത്രയാണ്? 7 ആണ്. 7 ÷ 2 ചെയ്യുമ്പോഴാണ് എൻ്റെ ശരാശരി, അതിൻ്റെ 7ൻ്റെ പകുതി. അതാണ് ആ ശരാശരിയാണ് 3.5 എന്ന രണ്ട് സംഖ്യകൾക്കുമായി റാങ്ക് കൊടുക്കാൻ ഉപയോഗിച്ചത്. അപ്പം 3 4ൻ്റെ റാങ്കിൻ്റെ കഥ കഴിഞ്ഞു. ഇനി നമുക്ക് 3 4 എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നാം റാങ്ക്, രണ്ടാം റാങ്ക്, മൂന്നാം റാങ്ക്, നാലാം റാങ്കിൻ്റെ ഇവിടെ കാര്യം കഴിഞ്ഞു. ഇനി 5ആം റാങ്കാണ് അടുത്ത സംഖ്യ. അടുത്ത സംഖ്യ 28 ആണ്, അതിന് 5ആം റാങ്ക് കൊടുത്തു. അടുത്ത സംഖ്യ 28നേക്കാൾ വലുത് എന്ന് പറയും 40 ആണ്, ഇവിടെ കാണുന്നതിൽ 6ആം റാങ്ക് കൊടുത്തു. 40നേക്കാൾ വലുത് 60 ആണ്, 7ആം റാങ്ക് കൊടുത്തു. അതിനേക്കാൾ വലുത് 80 ആണ്, 8ആം റാങ്ക് കൊടുത്തു. ഈ രീതിയിൽ റാങ്കുകൾ കൊടുത്തു. ഇനി നോക്കുക, വൈ വാല്യൂവിനെ നോക്കുക. വൈ വാല്യൂവിനെ റാങ്ക് ചെയ്യണം. വൈ വാല്യൂ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് ആണ്. അതിനെ റാങ്ക് ചെയ്യുമ്പോൾ ഏറ്റവും ചെറുത് 10 ആണ്, അതിന് ഒന്നാം റാങ്ക് കൊടുത്തു. അതിന് മുകളിൽ 20 ആണ്, അതിന് രണ്ടാം റാങ്ക് കൊടുത്തു. 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ 30. ഇതാ നോക്കൂ, 1 2 3 എണ്ണം ഉണ്ട്. ടൈ ഇൻ റാങ്ക് എന്ന സിറ്റുവേഷൻ ആണ്. അതായത് ഒരേ സംഖ്യകൾ ആവർത്തിക്കുന്നതിനാണ് ഈ ടൈ ഇൻ റാങ്കിന്റെ കണക്കാണെന്ന് പറഞ്ഞത്. ടൈ ഇൻ റാങ്കിന്റെ കണക്ക് വരുമ്പോൾ അല്പം ശ്രദ്ധിച്ച് ചെയ്യണം സ്പിയർമാന്റെ റാങ്ക് കൊറിലേഷൻ. അതായത് ഇതിന് 3ആം റാങ്ക് കൊടുക്കാം, ഇതിന് 4ആം റാങ്ക് കൊടുക്കാം, ഇതിന് 5ആം റാങ്ക് കൊടുക്കാം എന്ന് വെച്ചാലോ അത് ശരിയാവുകയില്ല. കാരണം ഒരേ സംഖ്യകൾ ഉണ്ടായിട്ട് വ്യത്യസ്ത റാങ്ക് കൊടുക്കുന്നത് നീതിയുക്തമല്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഇതിന് 3 4 5 എന്നീ റാങ്കുകളുടെ ശരാശരിയാണ് കൊടുക്കേണ്ടത്. 3 4 5 എന്നിവയുടെ ശരാശരി എന്താണ്? നടുക്കത്തെ വാല്യൂ ആണ്. 3 4 5 എന്ന് നിരത്തി എഴുതിയാൽ അതിൻ്റെ നടുക്ക് കാണുന്നത് 4 ആണ്. ആ 4 എല്ലാത്തിനും കൊടുക്കുക. അതാണ് ആവറേജ് എന്ന് പറയുന്നത്. എല്ലാ 30കൾക്കും 4 എന്ന റാങ്ക് കൊടുക്കുക. കുറച്ചും കൂടെ വേറെ രീതിയിൽ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 3ആം റാങ്ക് 3 + 4 + 5, 3 + 4 7 ആണ്, 7 + 5 12 ആണ്. 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് ശരാശരിയാണ്. തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. 3 സംഖ്യകൾ എന്നതാണ് എണ്ണം. ഓക്കെ, 3 സംഖ്യകളുടെയും തുക എന്ന് എന്ത് ചെയ്യുന്നു? 3ആം റാങ്ക്, 4ആം റാങ്ക്, 5ആം റാങ്ക് എന്നിവയാണ്. അതിനെ 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4 ആണ്. ആ 4 എല്ലാ 30കൾക്കും റാങ്കായി നൽകുന്നു. ഓക്കെ, അപ്പം 3ആം റാങ്ക്, 4ആം റാങ്ക്, 5ആം റാങ്ക് തീർന്നു. ഇനി അടുത്ത 6ആം റാങ്ക് കൊടുക്കാനായിട്ട് അതിനേക്കാൾ വലിയ നമ്പർ, 30നേക്കാൾ വലിയ നമ്പർ 40 ആണ്. അതിന് 6ആം റാങ്ക് കൊടുത്തു. 40നേക്കാൾ വലിയ നമ്പർ 50 ആണ്, അതിന് 7ആം റാങ്ക് കൊടുത്തു. ഇനി 50നേക്കാൾ വലിയ നമ്പർ നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ 60 ആണ്, അതിന് 8ആം റാങ്ക് കൊടുത്തു. ഓക്കെ, റാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രോസസ്സ് കഴിഞ്ഞു. അടുത്തത് റാങ്കുകളുടെ വ്യത്യാസം കാണുക എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് റാങ്കുകളുടെയും വ്യത്യാസം, 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം -4 ആണ്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ ഓർക്കുമ്പോൾ ഉത്തരത്തിൽ നെഗറ്റീവ് ആണ് ആൻസർ. അതുപോലെ തന്നെ 3.5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 0.5ൻ്റെ ആണ്, പക്ഷേ നെഗറ്റീവ് ആണ്. കാരണം 3.5 ചെറുതാണ്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ ഓർക്കുമ്പോൾ ഉത്തരത്തിൽ നെഗറ്റീവ് സൈനാണ്. ഇനി 5ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം -2 ആണ്. 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം -3 ആണ്. അങ്ങനെ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം കാണുകയാണ് അടുത്ത ജോലി. ഓക്കെ, ആദ്യം റാങ്കുകൾ കണ്ടുപിടിക്കുന്ന എക്സിന്റെ റാങ്ക്, വൈയുടെ റാങ്ക്, ടൈ ഇൻ റാങ്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കാണുന്നത് പറഞ്ഞു. റാങ്കുകളുടെ വ്യത്യാസം കണ്ടുപിടിക്കാൻ 6ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 4, 7 1 തമ്മിലുള്ള വ്യത്യാസം 6, 3.5 4 തമ്മിലുള്ള വ്യത്യാസം 0.5, പക്ഷേ നെഗറ്റീവ്. കാരണം 3.5 ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ച് ഉത്തരത്തിന് നെഗറ്റീവ് കൊടുക്കാനുള്ള വ്യത്യസ്ത
ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി 8ാം റാങ്കിൽ നിന്ന് 8ാം റാങ്ക് കുറച്ചു 0. റാങ്കുകളുടെ വ്യത്യാസം കണ്ടാൽ ആ ഡീവിയേഷൻ ഡിഫറൻസ്, റാങ്കുകളുടെ ഡിഫറൻസിനെ ഡി എന്നാ പറയുന്നത്. ആ ഡി കോളം കണ്ടു കഴിഞ്ഞാൽ ഡി കോളത്തിനെ സ്ക്വയർ ചെയ്യുക, ഡി സ്ക്വയർ എന്ന കോളം ഉണ്ടാക്കുക. കാരണം നമുക്ക് ഫോർമുല ഇതാണ്, ഫോർമുലയിൽ ഡി സ്ക്വയറിന് ആവശ്യമുണ്ട്. ഡി സ്ക്വയറിന്റെ സിഗ്മയും കാണേണ്ടി വരും. സിഗ്മ എന്ന് പറഞ്ഞാൽ ആകെത്തുകയാണ്, നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ കാണുക. ഡി സ്ക്വയർ കോളം, ഇതിനെന്തിനാ ഈ ഡി കോളത്തിനെ സ്ക്വയർ ചെയ്യുന്നത്? എല്ലാ നെഗറ്റീവുകളും പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. സോ 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25 എന്ന് പറയാം. പക്ഷെ 5 അല്ലല്ലോ, 0.5 ആയതുകൊണ്ട് 0.25 എന്ന് പറയേണ്ടി വരും. 2ന്റെ സ്ക്വയർ 4, 3ന്റെ 9, 4ന്റെ 16, 6ന്റെ 36, 0.5ന്റെ 0.25 അഗെയിൻ 0യുടെ 0. ഇനി ഡി സ്ക്വയറിന്റെ കോളം കൂട്ടിയെടുത്താലാണ് നമുക്ക് ഫോർമുലയിലേക്ക് ആവശ്യമായിട്ടുള്ള സിഗ്മ ഡി സ്ക്വയർ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ കൂട്ടിയെടുത്തിരിക്കുന്നു. അപ്പോൾ എത്രയാണ് കിട്ടുക? സിഗ്മ ഡി സ്ക്വയർ നമുക്ക് 81.5 എന്ന് കിട്ടിയിരിക്കുന്നു. സോ കൊറിലേഷൻ കോഎഫിഷ്യന്റ് ഫോർ ടൈഡ് റാങ്ക്സ് ആണ് നമുക്ക് കാണേണ്ടത്. സാധാരണ റാങ്ക് കൊറിലേഷൻ കാണാനുള്ള നോർമൽ ഫോർമുല ഇതാണ്, ബേസിക് ഫോർമുല. ഈ ബേസിക് ഫോർമുലയിൽ ചെറിയ പരിഷ്കാരം വരുത്തിയാൽ തന്നെ എന്ത് ചെയ്യുന്നു, ടൈ ഉള്ള റാങ്കിൽ ടൈ ഉള്ള ടൈപ്പ് ക്വസ്റ്റിന്റെ ഫോർമുലയാകും. അതായത് ഇതാണ് കൊറിലേഷൻ കോഎഫിഷ്യന്റ് ഇസ് ഈക്വൽ ടു 1 minus 6 sigma d square divided by n into n square minus 1 എന്നുള്ള n square minus 1 അല്ലെങ്കിൽ n cube minus n എന്നുള്ള ആ നോർമൽ ഫോർമുലയുടെ കൂടെ ഒരു ടൈയുടെ ഒരു ഭാഗത്തിന് 1/12 m cube minus m m1 1/12 m cube minus m2 അങ്ങനെ എത്ര ടൈ ഉണ്ടോ അത്രയും ടൈ. നമ്മുടെ കണക്കിൽ 2 ടൈയേ ഉള്ളൂ. അതായത് എക്സ് വാല്യൂവില് 20 എന്ന സംഖ്യയുടെ കാര്യത്തിൽ ടൈ ഉണ്ട്, വൈ വാല്യൂവിൽ 30 എന്ന സംഖ്യയുടെ കാര്യത്തിൽ ആവർത്തനമുണ്ട്. ടൈ എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ്, ആവർത്തനമുണ്ട്. അപ്പൊ 2 ടൈ സ്ഥലത്തെ ആവർത്തനമുള്ളൂ. അതുകൊണ്ട് 2 ബ്രാക്കറ്റേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഫോർമുലയിൽ. സോ നമ്മൾ ഫോർമുല തുടർന്ന് എഴുതുകയാണ്. അതായത് r equal to 1 minus 6 എന്നത് ഇതൊക്കെ നോർമൽ ഫോർമുലയാണ്. സിഗ്മ ഡി സ്ക്വയർ ഒക്കെ നോർമൽ ഫോർമുലയാണ്. താഴത്തുള്ള ഭാഗവും നോർമൽ ഫോർമുല. ഈ ടൈയുടെ ഭാഗമാണ് 1/12 ഇൻറ്റു എം ക്യൂബ് മൈനസ് എം. അപ്പൊ ഈ എം എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ആവർത്തനം ഉണ്ടെന്നുള്ളതിന് 20 എന്ന സംഖ്യ 2 തവണയാണ് ആവർത്തിക്കുന്നത്. അതേസമയം ഇവിടെ ഇപ്പുറത്താണെങ്കിലോ ഇവിടെ 30 എന്ന സംഖ്യ 3 തവണയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ എമ്മിന്റെ വാല്യൂ ഇവിടെ 2ഉം എമ്മിന്റെ വാല്യൂ ഇവിടെ 3ഉമാണ് എന്ന രീതിയിൽ നമുക്ക് വരുന്നു. അപ്പോൾ എക്സിന്റെ കാര്യത്തിൽ 20 is repeated in 2 times corresponding to rank 3 and 4. സോ therefore 3.5 വരെ എങ്ങനെയാണ് നമ്മൾ അതിനെ 3.5 കണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി. 3.5 എന്ന റാങ്ക് കൊടുത്തത് എന്നതിന്റെ കാൽക്കുലേഷൻ 3.5 എങ്ങനെയാണ് 2 സംഖ്യകൾക്കും കൊടുത്തത് എന്നതിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ ആക്ച്വലി ചെയ്തിരിക്കുന്നത്. അതായത് 3ഉം 4ഉം കൂടി കൂട്ടി 7, 7നെ 2 കൊണ്ട് ഹരിച്ചു, അങ്ങനെ 3.5. അങ്ങനെ ന്യായമായി 2 20കൾക്കും 3.5 എന്ന റാങ്ക് കൊടുത്തു. വൈയുടെ കാര്യത്തിൽ 30 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 3, 4, 5 എന്നിങ്ങനെ റാങ്ക് കൊടുക്കേണ്ടതിന് പകരം 3ഉം 4ഉം 5ഉം കൂട്ടി 12 എന്ന് കിട്ടി. ആ 12നെ 3 സംഖ്യകളാണല്ലോ കൂട്ടിയത്, അതുകൊണ്ട് 3 കൊണ്ട് ഹരിച്ചു, അങ്ങനെ 4. ഈ 4ആണ് 30ന് മുമ്പ് കൊടുക്കുന്ന റാങ്ക്. നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞു ക്വസ്റ്റ്യൻ്റെ. 30ന് നേരെ 4 എന്ന്, ഈ 30 നേരെ 4 എന്ന്, ഈ 30 നേരെ 4 എന്ന്. അതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് അതല്ല, നമുക്ക് ആവർത്തനത്തെ കുറിച്ച് പറയണ്ടേ. 20 2 തവണ ആവർത്തിക്കുന്നു, അതുകൊണ്ട് എമ്മിന്റെ വാല്യൂ 2 ആണ്. 30 3 തവണ ആവർത്തിക്കുന്നു, അതുകൊണ്ട് എമ്മിന്റെ വാല്യൂ 3 ആണ്. ഈ കാര്യം ഓർത്തിരുന്ന് ഇനി എന്ത് ചെയ്യുന്നു, ഈ ഇവിടെ എം ക്യൂബ് മൈനസ് എം എന്നുള്ള ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫോർമുലയിൽ എം ക്യൂബ് എന്നുള്ള എമ്മിന്റെ വാല്യൂ 2 ആണല്ലോ. സോ 2 ക്യൂബ് മൈനസ് 2 എന്ന് വരുന്നു. കാരണം 20 റിപ്പീറ്റ്സ് 2 ടൈംസ്, അതാണ് എന്തുകൊണ്ട് ഇവിടെ 2 വന്നു എന്നാണ്. അതുപോലെ തന്നെ നോക്കുക, അതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന നോക്ക്, 30ന്റെ ആവർത്തനത്തിന് ഇപ്പുറത്തെ വശത്ത് കാണിക്കുക. എങ്ങനെയാണ് എം ക്യൂബ് മൈനസ് എം എന്നുള്ളിടത്ത് എമ്മിന്റെ വാല്യൂ 3. കാരണം എന്താ, 30 റിപ്പീറ്റ്സ് 3 ടൈംസ്, 3 ഇടങ്ങളിൽ ആവർത്തിക്കുന്നത്. അതുകൊണ്ട് 3 ക്യൂബ് മൈനസ് 3 ആണ്. എത്ര? 2 ക്യൂബ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് മൈനസ് 2ന്റെ വാല്യൂ എത്രയാണ്? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2, അതായത് 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു ഒരിക്കൽ കൂടി 2 ചെയ്ത് കഴിഞ്ഞാൽ 8. സോ 8 മൈനസ് 2 സമം 6 എന്ന് കിട്ടി. ഇനി അപ്പോൾ 8 മൈനസ് 6 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാല. ഏത് ഫോർമുലയിലാണ്? ഇവിടെ എന്താണ്, 2 ക്യൂബ് മൈനസ് 2 എന്നുള്ളിടത്ത് 2 ക്യൂബ് മൈനസ് 2ന്റെ വാല്യൂ 6 ആണ് എന്ന് കിട്ടി. 6 ഉണ്ട്, പിന്നെ താഴത്തെ 1/12 ഇവിടെയും ഉണ്ട്. അപ്പൊ 6 ഇൻറ്റു 1/12 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടുമെന്ന് നമുക്ക് വേറെ വർക്കിംഗ് കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. 6 ഇൻറ്റു 1/12 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6. അതുപോലെ തന്നെ 12 താഴെയുള്ള എടുക്കുക. ഇനി 6/12 6ഉം 12ഉം 2ന്റെ പട്ടികയിൽ 6ന്റെ പട്ടികയിൽ 2 പോകുന്നു അല്ലെ. സോ 6ന്റെ ടേബിളിൽ 1 6 6 ആണ്. അതുപോലെ തന്നെ ഇവിടെ 6ന്റെ ടേബിൾ ചൊല്ലുമ്പോൾ 2 6 are 12 ആണ്. ഓക്കെ, ഓർത്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ വെട്ടിപ്പോയത് കൊണ്ട് 1/2 എന്ന് കിട്ടി. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ?
0.5 അപ്പൊ നമുക്ക് ഈ ഫോർമുലയിൽ നമ്മൾ കാണുന്ന ഈ ആദ്യ ഭാഗത്ത് ഈ ബോക്സിനകത്ത് ആക്ച്വലി അവിടെ 0.5 എന്നുള്ള വാല്യൂ എഴുതണം. അതുപോലെ തന്നെ 3 പ്രാവശ്യം ആവർത്തിക്കുന്നിടത്ത് ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പൊ 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ 2 ക്യൂബ് മൈനസ് 2 എന്നുള്ളതിന് പകരം 3 ക്യൂബ് മൈനസ് 3 എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 3 ക്യൂബ് എത്രയാ? 3 × 3 × 3 27. 27 മൈനസ് 3 എത്രയാ? 27 മൈനസ് 3 എന്ന് പറയുന്നത് 24 ആണ്. സോ 24/12 ചെയ്യണം. 24/12 ചെയ്യുമ്പോൾ നമുക്കറിയാം 24/12 ഉത്തരം 2 ആണ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ വാല്യൂ എഴുതണം. അപ്പൊ എന്തായാലും ഇവിടെ ആവർത്തനം 2 ക്യൂബ് മൈനസ് 2ന്റെ വാല്യൂ 0.5 എന്ന് നമ്മൾ ഇതാ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ 3 ക്യൂബ് മൈനസ് 3/12 എന്നുള്ളതിന്റെ വാല്യൂ 2 എന്ന് എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് നോർമൽ ഫോർമുല പോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതായത് ഇവിടെ 6 സിഗ്മ ഡി സ്ക്വയർ. സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ 81.5 ആണ്. നമ്മൾ ആദ്യമേ തന്നെ കണക്ക് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ 81.5 ആണെന്ന് ആദ്യമേ തന്നെ നമ്മൾ കൂട്ടിയെടുത്ത് ഡി സ്ക്വയർ കോളം കൂട്ടിയെടുത്ത് കണ്ടുപിടിച്ചാണ്. ഇതാണ് 81.5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ. അപ്പൊ അത് 1 - 6 സിഗ്മ ഡി സ്ക്വയർ എന്നുള്ള ബേസിക് ഫോർമുലയിൽ 1 - 6 എന്നുള്ളത് അവിടെ എഴുതണം. സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ 81.5. പിന്നെ താഴെയുള്ളത് n ക്യൂബ് മൈനസ് എന്നിന്റെ വാല്യൂ ആണ്. 8 വാല്യൂസ് ഉള്ളതുകൊണ്ട് 8 ക്യൂബ് മൈനസ് 8 എന്ന് ചെയ്യണം. ഓക്കെ, എന്തുവാട്ടെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടി. ഇവിടെ n ക്യൂബ് മൈനസ് ഇതാ 87 സിഗ്മ ഡി സ്ക്വയറിന്റെ വാല്യൂ 81.5 എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ ഇവിടെ താഴെയുള്ള 8 × 8 സ്ക്വയർ മൈനസ് 1 എന്ന് ചെയ്താലും മതി, അല്ലെങ്കിൽ 8 ക്യൂബ് മൈനസ് 8 എന്ന് ചെയ്താലും മതി. എല്ലാം കണക്ക് തന്നെ, ഏത് രീതിയിൽ ചെയ്താലും 504 എന്ന വാല്യൂ ആണ് താഴെ കിട്ടേണ്ടത്. ഇനി ഇപ്പോൾ നമുക്ക് നോക്കിയേ 81.5ന്റെ കൂടെ ആ റാങ്ക് 2 സംഖ്യകളുടെ ആവർത്തനത്തിന്റെ റാങ്ക് വാല്യൂ ടൈഡ് 0.5ഉം 3 സംഖ്യകളുടെ ആവർത്തനത്തിന്റെ ആ ടൈഡ് വാല്യൂ എത്രയാണ്? 2 ഇതുകൂടി കൂട്ടിച്ചേർത്ത് 81.5ന്റെ കൂടെ ഈ 0.5 ചേരുമ്പോൾ 82, 82ന്റെ ഈ 2 ചേരുമ്പോൾ 84. സോ 84 എന്നുള്ള രീതിയിൽ വരുന്നു. 84/504 എന്ന് വരുന്നു. അത് ചെയ്ത് കഴിയുമ്പോൾ ആ 84നെ 6 കൊണ്ട് ഗുണിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. മുകളിലുള്ള 84നെ 6 കൊണ്ട് ഗുണിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ 504 തന്നെ വീണ്ടും മുകളിൽ വരുന്നു കേട്ടോ. 84നെ 6 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ കിട്ടുന്ന ഈ ഗ്രൂപ്പിന് കിട്ടുന്ന 84നെ 6 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 504 എന്ന് മുകളിൽ കിട്ടുന്നു. താഴെ ഓൾറെഡി 504 ഉണ്ട്. ഇത് എളുപ്പമായി, ഇനി വെട്ടിക്കളയാൻ എളുപ്പമാണ്. 504 ഒരു തവണ പോകും. അപ്പോൾ ഉത്തരം എങ്ങനെ വരിക? 1 - 1 എന്ന് വരും. 1 - 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കോറിലേഷനും ഇല്ല. ഈ എക്സ് വേരിയബിളുകളും വൈ വേരിയബിളുകളുടെയും ചേഞ്ചുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു സഹബന്ധവുമില്ല എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് ടൈൻ റാങ്കിന്റെ ഒരു കണക്കാണ്. ഇത് പല ആവർത്തിച്ച് ചെയ്തു നോക്കുക. ഇത് ഈ കണക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ഓരോ സ്റ്റെപ്പും ചെയ്തു നോക്കിയാൽ മാത്രമാണ് നമുക്കത് ക്ലിയർ ആവുകയുള്ളൂ. ആവർത്തിച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ ടൈൻ റാങ്ക് വരുന്ന കണക്ക് പലപ്പോഴും പ്രയാസമായിട്ട് പലർക്കും തോന്നാറുണ്ട്. പക്ഷേ അത് വലിയ പ്രയാസമില്ല. ഈ ടൈ വരുന്ന ആ ചെറിയ ഭാഗം അത് സെപ്പറേറ്റ് വർക്കിംഗ് കൂടെ ചെയ്തതിന് ശേഷം പിന്നീട് നോർമൽ ഫോർമുലയോടുകൂടി അത് ആഡ് ചെയ്താലും മതി. അതത്ര വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല എന്ന് ഓർക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.